എന്റെ ഗംഗ. ഒന്നും പറയണ്ട. ഈ പറ്റ് തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചിഷ്ണ, നീ ഒന്ന് പറയടാ. മുതലാളി, ഓ, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ, കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ നീ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ബായെ കാണാൻ വന്നതാ. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നുവിനോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എൻ്റെ വക. വാ. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായി ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറ് കത്തുന്ന ചാരയല്ലേ കുടിക്കുന്നത്. പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമമായെന്ന് എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വാങ്ങി തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു. ചാരായത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയെ കാണുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു 5000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാൽ മതി. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കുന്ന 5000 രൂപയുടെ കയറ ഞാനിത് വെറും 500 രൂപയ്ക്ക് പണയത്തിനെടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? പുതിയതായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ, 10 രൂപ. പവിത്രൻ. കാശ് കൂടെ കൊടുക്കേന്ന് എടുത്ത കേട്ടത്. ഒരു പണയത്തിന് രൂപ 4500 ലാഭം. എങ്ങനുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ദബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ. അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. ആ 500 രൂപ തരുമ്പോ അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കുകയും വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എവിടെ കിടക്കും? അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാൾ കണ്ടെത്തിയ ബുദ്ധിയാ ഇത്. അത് ശരിയാണല്ലോ. എടാ സമദ്രോഹി. ഒരു 9000 രൂപ തന്നിട്ട് മുഴുവൻ തിരക്കും ഭായി എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ കാലിലെ പൊടി തട്ടി കളയുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമല്ലോ. ചവിട്ടി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കയറാ എൻ്റെ ഇരിക്കുന്നത്. ബെസ്റ്റ് കയറാ. അതിലിപ്പോഴേ കരിമണലുള്ളോണ്ട് ആരും ചവിട്ടി കൂടുതൽ മണലാവുന്നുള്ള പേടി വേണ്ട. കരിമണലോ? ഇല്ലാവചനം പറയരുത് കേട്ടോ. ചുങ്കത്തറക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് 10000 രൂപ വാങ്ങിച്ചിട്ട് പാതി വിലക്കുള്ള കയറ് കൊടുത്ത് ഇയാളെ പറ്റിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ശരി. അപ്പൊ താൻ എന്നെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണയമായി വാങ്ങിച്ച 500 രൂപ തിരിച്ചു തന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കയറെടുത്തിട്ട് പോ. 500 രൂപ ചെലവായി പോയി. എന്ന് പറഞ്ഞ എങ്ങനാ? ഞങ്ങൾ ഇവിടെ കിടക്കും. ഈ പണയക്കാശ് തിരിച്ചു വാങ്ങിക്കാതെ പണയ വസ്തു തിരിച്ചെടുക്കും എന്ന് പറയുന്നത് എവിടത്തിനാവാ? അത് മാത്രമല്ല, ഞാനതവിടെ സ്ഥിരമായിട്ട് വെക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഈ കരയെ തന്നെ കച്ചവടമാക്കും. ഈ പരാജയം എന്ന് പറയുന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഈ നിഘണ്ടുവൊക്കെ വാങ്ങിക്കുമ്പോ എല്ലാ വാക്കും ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വാങ്ങിച്ചൂടെ? അപ്പൊ എന്ത് വാങ്ങിച്ചാലും കളിപ്പിരി പറ്റാറുണ്ടല്ലേ? താൻ കയറ് കച്ചവടാക്കിയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനകം എന്റെ വീട്ടിൽ നിന്ന് കയറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. നിങ്ങളല്ലാതെ ആരെങ്കിലും ചുങ്കത്തറ കച്ചവടത്തിന് പോവോ? ഞാൻ പോയതല്ലേ ഭായി, എന്നെ പെടുത്തിയതാ. ആര്? ഒരു കൊടന്തളപ്പൻ. അവനെ ഞാൻ വിടത്തില്ല. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയാ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ ചരക്ക് 10000 രൂപയ്ക്ക് കച്ചവടമാക്കിത്താ. എന്റെ സാറേ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിന് ഇച്ചിരി നനവോ പൊട്ടലോ കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5000ന്റെ കയറ് 10000ന് വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ? നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയാ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. അതെ, നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ? അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ അങ്ങനെ. കയറ്. കയറ് ഇതിനകത്തല്ലേ? എടാ മുകളിലോട്ട് കയറാൻ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള, നിനക്ക് കയറാൻ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരുക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണോ?
ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ ഇളകിയിരിക്കുന്ന ആസ്പെറ്റോസ് വലിച്ച് താഴെ ഇടും. ഇളകിയിരിക്കുന്നതല്ല ഞാൻ ഇരിക്കുന്നത്, അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ? എടാ ഇത് ഇപ്പുറത്തുള്ളത്. ആ ശരി ശരി, വെറുതെ ഇക്കണെങ്കിൽ വാസാരെ നമുക്കിവിടെ നീന്തൽ പഠിക്കാം. വലി താഴോട്ടിടാ. ഓക്കെ, പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാം. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയ തൂക്കം കൂട്ടിയത്. അവന്മാരുടെ കയറിൽ തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്ന ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ. ഓടാ ഓടാൻ തളപ്പാ. എന്റെ ബായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിവിടെ വെച്ചിരുന്നതെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാമായിരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചതുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ? അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മൾ കൊടുത്താലേ, പിന്നെ അതെങ്ങനെ ലാഭാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുകൊണ്ട് തലങ്ങും പലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ ചെരുങ്ങാനും മയ്യ. എന്റെ കാശ് തന്നെ ഇപ്പൊ ഇവിടുന്ന് എന്റെ കയറും കൊണ്ട് ഇറങ്ങിക്കോണം. ഇറങ്ങിക്കോളാം. കയറ് കൊണ്ടുപോകാനാണ് ഇപ്പൊ വരും. ആര് വരാൻ? ആ, ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരുന്ന റേഡിയോയിലുണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നു? ഇല്ല. ചുങ്കത്തറയെന്ന് അനിയപ്പന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കയറ് തിരിച്ചു വേണം. അതിന് ഞാൻ ആ കയറ് വിൽക്കുന്നില്ലല്ലോ. വിൽക്കുന്നില്ലേ? അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബായിയുടെ ഡാഡിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റി. എനിക്ക് തന്ന കയറ് മുഴുവൻ കരിമണലായിരുന്നു. ഇത് 5000 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. വിറ്റാ എനിക്ക് നഷ്ടമാ. വിൽക്കാതിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അത് കയറ് വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. 5000 രൂപ അങ്ങ് തിരികെ തരും. കയറ് ഞങ്ങൾ എടുക്കുക. ഞാൻ 10000 രൂപ കൊടുത്ത് മേടിച്ച കയറല്ലേ. അങ്ങനെ ആരെങ്കിലും നഷ്ടക്കച്ചവടം നടത്തുവോ ബായി? മാറാ അങ്ങോട്ട്. അവന് 10,000 കൊടുത്തേക്കാം. അച്ഛ അത് സേട്ടുവിടെ കാട്ടിരിക്കുക. അയാളുമായി വർഷങ്ങളായിട്ടുള്ള കച്ചവട. അതൊരു തവണ മുറിഞ്ഞ അയാൾ ഇനി വഴിക്ക് വരില്ല. അലിക്കോരത്തേക്ക് പോവും. ഇവിടെ കാശ് നോക്കണ്ട. ശരി, നീ തന്ന 10,000 തിരിച്ചു തന്നേക്കാം. ഞാൻ 10,000 സമ്മതിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ബായി. നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച അമ്മായിയുടെ മോടെ സംബന്ധം ചെയ്യാനല്ലല്ലോ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മുതലാ. എന്റെ മുതല് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കച്ചവടം ഞങ്ങൾ പഠിപ്പിക്കുന്നോ? എന്താണ് നോക്കിയിരുന്നത്? എന്റെ അനുവാദം കൂടാതെ എന്റെ കയറെ തൊട്ടന്റെ കൈ ഞാൻ വിട്ടും. മാറിക്കടാ. ഈ കരയിൽ വന്ന് വിളച്ചെടുക്കുന്നതാ.
നിനക്കാണ് എന്റെ മുതൽ വേണ്ടത്? എത്ര കാശാ നിനക്ക് വേണ്ടേ? എന്റെ ചരക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരണാ പൈസ കുറവില്ലാതെ 25,000 രൂപ രൊക്കം കാശ് ഇവിടെ കിട്ടണം. സമ്മതിച്ചിരിക്കുന്നു. ചരക്കിറക്കാം. കാറ്റിന് ചക്രം എന്നാ ഞങ്ങൾ പഴമക്കാര് പറയണേ. അത് കറങ്ങി വരും പോവും. നീ കരുതിയിരുന്നോ? പവിയേട്ടനോ? വരൂ. വയനാട്ടിൽ നിന്ന് എപ്പോ വന്നു? വയനാട്ടിൽ നിന്നോ? ആ, പവിയേട്ടൻ വരട്ട് ചൊറിക്കോ അങ്ങനെ എന്തോ അസുഖത്തിന് വയനാട്ടിൽ ചികിത്സിക്കാൻ പോയിരിക്കാന്ന് അച്ഛൻ പറഞ്ഞു. ഞാനതങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഞാനിത് ഇങ്ങോട്ട് വന്നതാ. പട്ടാപ്പകൽ ഇവിടെ വന്ന് ലവ് ലെറ്റർ കൊടുക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഈ കത്ത് കൊണ്ട് ഇവിടെ വന്നത്? ഞാൻ സാറിനെ എന്നെ കാണണമെങ്കിൽ ഇവിടെയല്ല, അങ്ങ് ഓഫീസിലാണ് വരേണ്ടത്. ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവാ. ഞാൻ ഈ പോലീസ് പണിയും കേസന്വേഷണവും ഒക്കെ നിർത്തി. അതെന്റെ രാജിക്കത്താ. സാറത് കീറിക്കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരെണ്ണം. വേണ്ട വേണ്ട, ഞാനിത് ഒട്ടിച്ചെടുത്തോളാം. അറിഞ്ഞില്ലല്ലോ. പവിയേട്ടൻ എവിടെ പോകുന്നു? ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ഒടുവിൽ പോലീസ് വേഷം. ലക്ഷ്മി പറഞ്ഞതുപോലെ അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കച്ചവടക്കാരന്റെ വേഷമാണ് എനിക്ക് ചേരുന്നതെന്ന്. ലക്ഷ്മിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ സാറിനെ ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ശരിക്കുള്ള ജീവിതമാർഗം കാണിച്ചു തന്നതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. ദാ സാറ് തന്ന 10,000 രൂപ. ലക്ഷ്മി എന്ന് മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അത് മറന്നേക്ക്. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിവ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാനിവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലി കിട്ടുന്നത് നിനക്കായിരിക്കും. അത് ശരി. അപ്പൊ എന്റെ തടി പണയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു. സമ്മതിച്ചു. അല്ല പിന്നെ ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു. വീട് നല്ല ഉറപ്പാ. ഇവിടെ ആരും ഇല്ലേ? ചന്ദ്രൻപിള്ളേ വാ. ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ബായ് വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്പെറ്റോ ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോള് കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിലൊരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണുമ്പിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ ചെയ്തു? ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരെ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. 3258-195. 10 കിട്ടുമോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്കോള് ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ എൻ്റെ കയ്യിൽ നിന്ന് കയറ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കുമെന്ന്. മീൻ കുറച്ചെടുത്തു പറഞ്ഞേക്കടി. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്ത് ഇത്? ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയല്ല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രപിള്ളയ്ക്ക് അറിയാം. എന്താ ചന്ദ്രപിള്ള പറ, ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പം വാങ്ങോ. എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയാൽ ശരിയാകുമെന്നാ എന്റെ പേടി. എനിക്കിപ്പാ പേടിയില്ല. ഹലോ, ഗോപാലകൃഷ്ണൻ സാറാണോ? ഞാനാ പവിത്രൻ. ചോറുണ്ടോണ്ടിരിക്കുവാണോ? അങ്ങനെ ഞാൻ ഓൾഡിയാ.
പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുക. കാര്യം എത്ര അർജന്റ് ആണെങ്കിലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചോ. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ മതിയോ? മതി. അല്ല ഞാൻ ആ പവിത്രൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? അല്ല, മുതലാളി ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. മുതലാളി ഇവിടെ പുതിയ ഫാക്ടറി പണിയാൻ പോണെന്ന് കേട്ടു. ഭായി, നിങ്ങൾ ഭയങ്കരന്മാരാണ് കേട്ടോ. ഞാനൊരു കൊച്ചു ഫാക്ടറി തുടങ്ങാൻ കുറച്ച് മൂടിയ മടലിന് ഓർഡർ ചെയ്തേ ഉള്ളൂ, അപ്പോഴേ നിങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഏതായാലും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിർത്തണം. ഈ കരയിൽ ഫാക്ടറി തുടങ്ങാമെന്നൊന്നും നീ വിചാരിക്കണ്ട. വരുത്തന്മാരെ ഞങ്ങളത് അനുവദിക്കില്ല. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വരുത്തന്മാരെ കൊണ്ട് നമ്മളിവിടെ ഫാക്ടറി തുടങ്ങിക്കുന്നില്ല. ഞാൻ പുറംനാട്ടുകാരനായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാ. മരിച്ചുപോയ നമ്മുടെ അജയന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ അത്? അടുത്ത നമ്പർ അജയൻ സ്മാരക കയർ ഫാക്ടറി. അതാണ് എന്റെ ഫാക്ടറിയുടെ പേര്. അജയന്റെ പേരിലാണ് ഫാക്ടറി തുടങ്ങുന്നതെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. അതങ്ങനെ നീയൊക്കെ മാത്രം. അജയന്റെ പേരിൽ ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഫാക്ടറി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അത് ഞാൻ തുടങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്ന് തുടങ്ങാമെന്ന് നിങ്ങൾ സമ്മതിക്കണം. എന്ത് പറയുന്നു? അജയനെ പറ്റി കേട്ടറിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. അജയൻ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ഈ കരയുടെ പൊന്നോമന പുത്രന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു ഈ കഷ്ടപ്പാട് മുഴുവൻ. അതിന്റെ ശ്രമഫലമാണ് നമ്മുടെ ഈ ഫാക്ടറി. എന്താ കാണുന്നു പറഞ്ഞത്? അതെ, ഈ അജയന്റെ പേരിൽ ഫാക്ടറി തുടങ്ങിയിട്ട് തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ഞാനായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചുങ്കത്തരക്കാർ വാലിക്കുകയും പ്രശ്നം ഉണ്ടാക്കും. എനിക്കിപ്പോൾ ഇത് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, നിങ്ങൾ ഈ കരയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കണം. അപ്പൊ എനിക്ക് കൂലി കൂട്ടി കൊടുക്കാമല്ലോ. അല്ല മുതലാളി. മുതലാളിയോ? അമ്മ എന്നെ പവേട്ടാന്ന് വിളിച്ചാൽ മതി. അല്ല, പെട്ടെന്നൊരു സമരം നടത്തിയ ഇതിപ്പോ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അമ്മ പറഞ്ഞാൽ അവർ കേൾക്കും. സമരം തുടങ്ങണമെങ്കിൽ ഓനപ്പഞ്ചേട്ടനോട് പറഞ്ഞാ പോരെ, നിന്നോട് പറയുന്ന എന്തിനാ? ഇതൊന്നും അല്ല, മുതലാളിക്ക് നിന്നോട് എന്തോ ഉണ്ട് മോളെ. ആകെ പ്രശ്നമായി. സമരം തുടങ്ങിച്ചത് ഞാനാണെന്ന് ആലിക്കോയ അറിഞ്ഞു. അയാൾ എന്നെ ലാക്കാക്കി ആളെ ഇറക്കിയിരിക്കുക. നേരിട്ട് വന്ന് നേടാനാകില്ലെന്നറിയാം. പക്ഷേ അജയനെ തീർത്ത പോലെ എന്നെ ഇരുട്ടത്ത് തീർക്കാൻ അയാളുടെ പരിപാടി. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. കൂലി ഞാൻ തന്ത്രപൂർവ്വം പിന്നെ കൂട്ടിക്കൊടുത്തോളാം. തൽക്കാലം സമരം പിൻവലിക്കണം. അല്ല, ഒരു ഒത്തുതീർപ്പാവാതെ? അതൊക്കെ അമ്മ പറഞ്ഞാൽ അവർ കേൾക്കും. 10,000 രൂപയുണ്ട്. കുറച്ചുനാൾ പണിയില്ലാതിരുന്നിട്ട് നഷ്ടപരിഹാരമായിട്ട് തൊഴിലാളികൾക്ക് ഇത് വീതിച്ചു കൊടുക്കണം. ഫാക്ടറി പൂട്ടിക്കിടക്കയില്ലേ കുറേ നാളായിട്ട്. എന്നെ കൊണ്ടിപ്പോൾ ഇതേ പറ്റത്തുള്ളൂ. അല്ല, അത് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് എൻ്റെ സ്വന്തം ആളായിട്ട് നിന്ന് അമ്മ ഇത് നടത്തിച്ചേർന്നു. ആരെങ്കിലും കാണും. അമ്മ പൊയ്ക്കോ. ആളുകൾക്ക് വെറുതെ സംശയം തോന്നണ്ട. പൊയ്ക്കോ. അപ്പൊ വിചാരിച്ച പോലെ തന്നെ കാര്യത്തിന്റെ പോക്ക്. അമ്മ ഇടപെട്ടാൽ ഇന്നത്തോടെ സമരം തീരും. അതുറപ്പാണ്. സമരത്തിന്റെ കാര്യമല്ല, കുറച്ചു നാളായി ഞാനിത് കാണുന്നുണ്ട്. എന്ത് കാണുന്നു? സാറ് അമ്മുവിന്റെ പിറകെ നടക്കുന്നത്. അമ്മു നല്ല കുട്ടിയാ, സാറിന് ചേരും. നീ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് തൊഴിലാളികളുടെ മേലുള്ള സ്വാധീനം അറിയാൻ വേണ്ടി ഞാൻ അവളുടെ പുറകെ നടന്നു. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം എന്റെ സ്വന്തം ആളാന്നൊക്കെ പറഞ്ഞതോ? എടാ, അത് അവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനല്ലേ. നമ്മളിപ്പോ എന്താ ചെയ്തത്? ആവശ്യത്തിന് കയർ സ്റ്റോക്ക് ചെയ്തു. എന്നിട്ട് അവളെ കൊണ്ട് സമരം തുടങ്ങിപ്പിച്ചു. അങ്ങനെ കയറിന് ക്ഷാമം വന്നപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കയർ 1,60,60,000 രൂപ അധിക ലാഭത്തിന് കരിഞ്ചന്തയിൽ വിറ്റു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്ത് സമരം പൊളിച്ചു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അമ്മു നല്ല കുട്ടിയൊക്കെ തന്നെയാ. പക്ഷേ ഞാനൊരു കച്ചവടക്കാരനാണ്. എന്റെ മുമ്പിൽ ലാഭം മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് മുതല്. ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. ഞാൻ ഏതായാലും ആക്രി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഇതൊക്കെ? ചുങ്കത്തറ ഫൈനാൻസിയേഴ്സിന്റെ തെക്കേക്കര ബ്രാഞ്ച് വിൽക്കാൻ പോകണമെന്ന് അറിഞ്ഞു. ഒരു ബിനാമി വഴി ഞാനൊരു അന്വേഷണം നടത്തി. 12 ലക്ഷം കൊടുത്താൽ ഇപ്പോഴുള്ള എല്ലാ ഇടപാടുകളും സഹിതം അതിഞ്ഞു പോരും. ഈ വീടും ഫാക്ടറി ഒഴിച്ചുള്ള എല്ലാ പ്രോപ്പർട്ടികളും വിറ്റിട്ടായാലും ശരി, ഞാനത് വാങ്ങിക്കും. ചുങ്കത്തറക്കാരുടെ ബാങ്ക് വാങ്ങാനോ? സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ബാങ്ക് നടത്തിയാൽ കരക്കാർ ബാങ്കിൽ കൊണ്ടുവന്ന് കാശിടും.
ഞാൻ ആ കാശ് മറിച്ച് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ കരയിൽ ഒരുത്തിനും പറ്റത്തില്ല. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസനല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പോലും ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കന്മാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അബക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേ തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അസർബൈജാൻ. എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. അവൻ താഴേക്ക് നോക്കി. കമലാസനല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിൽ സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാമെന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയാം. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കൈലിയും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുന്നിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ? വർമ്മസാറൻ ലക്ഷ്മി വന്നാട്ടെ. ലേറ്റായോ പവിത്ര? എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോക്കോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ള എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യിക്കും.
എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ. വന്നട്ടെ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ എന്റെ അമ്മു. കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനൻ മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ മുതലാളിക്ക് ഒരു കസേര വേണ്ട വേണ്ട. മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു? ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളോ? മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ? അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ. കണ്ടു പഠിക്ക്. മുതലാളി, SP സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ ഇവിടെ കാശും മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ SP വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവനെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അവനെ പിടിച്ചാ കിട്ടുവോ? ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരന് പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഒരു ലക്ഷഭ്രമായി തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ, കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്തോ ആലോചിച്ചോണ്ടേ പറയുന്നത്? കമലിനെ പോലൊരു വലിയ പ്രശ്നക്കാരനെ അങ്ങോട്ട് ആലോചിച്ചല്ലായിരുന്നു നമ്മുടെ തെറ്റ്. അവൻ ഇങ്ങോട്ട് ആലോചിച്ച് വന്നപ്പോ നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത എന്താണ്? എനിക്കതിപ്പോ അറിയണം. നിക്കടേ, നിനക്ക് ഈ കല്യാണം വേണ്ടാത്ത കാര്യം എന്താ പറയടേ? എനിക്കൊരാളെ ഇഷ്ടമാണ്. നിനക്ക് പ്രേമമോ? മുട്ടോളം വെള്ളം തീർത്തി കെട്ടുവെള്ളം കെട്ടി കൊന്നുകളയും ഞാൻ നിന്നെ. അവനെ കുടുംബത്തിലെ മാനക്കെട്ടൊക്കെ നടക്കുന്നു. നിന്നെ അജയനെ മരിച്ചിട്ടുള്ളൂ. ഞാനിവിടെ കല്ല് പോലെ ജീവിച്ചിരിപ്പുണ്ട്. പറയടി, ആരാവൻ? ഏതെമ്പോക്കിയാലും അവൻ നാളത്തെ സൂര്യോദയം കാണില്ല. ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാന്നേ ഉള്ളൂ. തുറന്നു പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്ക് കുറച്ച് സമയം വേണം. അതല്ല, എനിക്കിഷ്ടമില്ലാത്ത കെട്ട് നടത്താനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ വല്ല കായലും ചാടി ഞാൻ. വർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ ആരാന്നാ നിന്റെ വിചാരം? തൃപ്പൂണിത്തുറയിലെ 3-4 മണിമാളികൾ, 10,000 രൂപ വാടക കിട്ടുന്ന മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകൾ, ബാങ്കിനകത്ത് കുമിഞ്ഞു കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ഇതൊക്കെ എന്നെ സ്വന്തമാകാൻ പോവാ. അപ്പൊ വർമ്മ സാറിന്റെ മോള് സ്വന്തമാവില്ലേ?
അത് പറഞ്ഞില്ല. കല്യാണമല്ലേ, അതും കൂടെ പോരും. അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആരുമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞവനാണ് ഞാൻ. ഇപ്പോഴാ ഒരു നിലയും വിലയൊക്കെണ്ടായത്. ഞാൻ ഈ കരയിൽ മാത്രമല്ല, ഈ കരയും കടന്ന് കടലും കടന്ന് ഈ ലോകം തന്നെ കച്ചവടശാലയാക്കുന്ന ഒരു വലിയ വ്യാപാരിയായിട്ട് മാറും. അമ്മോ അമ്മോ, രാത്രി അത് അറിഞ്ഞില്ല. ഇവളിത് എവിടെ പോയി? അമ്മോ അമ്മോ, എനിക്കും നിനക്കും കല്യാണം. എന്തുവാ? അമ്മുനെ കാണുന്നില്ല. അപ്പൊ കല്യാണക്കാരും പറഞ്ഞില്ലേ? ആ, അതൊക്കെ പറഞ്ഞു. അവള് വല്ല കടുങ്കൈ ചെയ്തേക്കൊന്നാ എന്റെ പേടി. ഈശ്വരാ, വരികയാണോ കൂടെ? അമ്മോ 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 അമ്മോ.